ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? വായോ. നമുക്കിതിലേക്ക് വേണ്ടത് സവാള, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, പിന്നെ കൂന്തൽ വേവിച്ചതാട്ടോ, പിന്നെ തേങ്ങാക്കൊത്തും തക്കാളിയും ഇത്രയും വേണം. ആദ്യം നമുക്ക് ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം ടേസ്റ്റ് കൂടുതൽ വെളിച്ചെണ്ണയ്ക്കാണ് ഓയിലിനേക്കാളും. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരമുറിയുടെ പകുതി നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഒരു തേങ്ങയുടെ പകുതി, അതാണ് അരമുറി എന്ന് പറയുന്നത്, അതിൻ്റെ പകുതി അത്ര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 കിലോ കൂന്തൽ എടുത്തേക്കുന്നത്. നാളികേരക്കൊത്ത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. നമ്മൾ കൂന്തൽ റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് നാളികേരക്കൊത്ത് കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ്. അതിഷ്ടമല്ലാത്തവർക്ക് ഈ നാളികേരം കൊത്തിടുന്നത് ഒഴിവാക്കുക. അതിന് പകരം സവാള ഇതൊക്കെ ആദ്യം ഇട്ട് വഴറ്റുക. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് ഇതായിട്ട് നമുക്ക് ഈ സവാള ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, ഒരു 12 ഉള്ളി, ഒരു 9 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. സവാളയ്ക്ക് പകരം നമുക്ക് ഉള്ളി മാത്രമായിട്ട് എടുക്കാം കേട്ടോ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞങ്ങൾക്ക് ഒരു മീഡിയം സൈസ് സവാളയും കൂടി എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. 1 കിലോ കൂന്തലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള അളവാണ് ഞാനീ പറയണേ. ഇത് വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നിട്ട് ഈ സവാളയും ഉള്ളിയുടെ ആ ഒരു മിക്സ്, നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കൂന്തൽ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായേ. അപ്പോൾ ഈ സവാളയ്ക്കും ബാക്കിയുള്ള മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വേണം നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഈ ഉള്ളിയുടെ മിക്സ് എന്ന് പറയുന്നത് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ഇങ്ങനെ കടിക്കുന്ന പോലെയൊക്കെ എടുക്കും. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വഴറ്റി കഴിയുമ്പോഴാണ് ഗ്രേവിയിലേക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല പെരണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ റോസ്റ്റ്. അപ്പോൾ നല്ലോണം വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി അധികം വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. മല്ലിപ്പൊടി ഒരുപാട് ചേർക്കുമ്പോഴേക്കും മല്ലിയുടെ ഒരു കുത്തും നമുക്കൊരു കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അപ്പോൾ മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. എന്നിട്ട് നല്ലോണം ആ പൊടികൾ നല്ലോണം പച്ചപ്പ് പോകുന്ന വരെ വഴറ്റിയെടുക്കുക കേട്ടോ. പൊടികൾ നല്ലോണം മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ പുളി ചേർത്ത് കൊടുത്താലും മതി. കുടംപുളി നേരിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാനൊരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കണ്ട. 1 കിലോ കൂന്തലുള്ളതുകൊണ്ട് വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കണേ. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നല്ല പെരണ്ട് നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് റോസ്റ്റ് കിട്ടും. അതോടുകൂടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. തക്കാളി നല്ലോണം ഉടച്ചെടുക്കുക കേട്ടോ, വേവിച്ച് ഉടച്ചെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. കൂന്തൽ ഞാൻ ഓൾറെഡി കുക്കറിൽ ഒരു വിസിൽ വിളിച്ചിട്ട് വെച്ചേക്കുക. ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വിളിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൂന്തൽ. അപ്പോൾ തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കുക. കൂന്തൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് വേവിക്കാൻ വെച്ചത്. അത് കൂന്തലിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ ഇതിൽ കാണണേ. അപ്പോൾ അത് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇത് കുക്ക് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കുക കേട്ടോ. കൂന്തൽ ഞാൻ നടുക പൊളിച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നീളം പോലെ കിടക്കണം. നമുക്കിത് റിങ് പോലെയും അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കൂന്തൽ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റബ്ബറി ഫീൽ ആവുമെന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ അച്ഛമ്മയൊക്കെ പറഞ്ഞേക്കണം കൂന്തൽ വേവിക്കാതെ കഴിച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് വയറ് നോവും എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഒരു വിസിൽ എപ്പോഴും അടിക്കുന്നത്. ഇത് വെള്ളമൊക്കെ വറ്റി ഒരു റോസ്റ്റ് പരുവാകുമ്പോഴേക്കും നമുക്കങ്ങനെ റബ്ബറി ഫീലിംഗ് ഒന്നും വരില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാറുണ്ട് കൂന്തൽ. അപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. കൂന്തൽ നമ്മൾ വേവിക്കുമ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കൂന്തൽ വാട്ടറി ആയതുകൊണ്ട് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ നമ്മൾ നല്ലോണം വഴറ്റി ഇങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കുക. കറിയായിട്ടാണെങ്കിൽ ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം, വെള്ളം വറ്റിക്കണമെന്നില്ല. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയ ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ വേറെ മുളക് പൊടി 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
റോസ്റ്റ് ആയതുകൊണ്ട് കുരുമുളക് പൊടി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. എരിവിന് നമ്മൾ ബാക്കി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ള റോസ്റ്റാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് പുരട്ടി കഴിക്കാൻ സൂപ്പറാട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂന്തൽ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് വെക്കണേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ടോ വേറൊരു വീഡിയോ ആയിട്ടോ ഒക്കെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക് യു.